മാത്യു 7:23 പറയുന്നത് ശിഷ്യന്മാരെ കർത്താവ് അയച്ചിടുന്ന അവര് അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ വചനം എടുത്തിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അത്ഭുതങ്ങൾ അടയാളങ്ങളും, അതിന്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല. എപ്പോഴും 10 പ്രാവശ്യം നമ്മൾ വചനം പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ അത്ഭുതമാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട്, യേശു ജീവിക്കുന്നു എന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്രദമാകുന്നത്. അതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്, യേശു ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് വെച്ചാൽ യേശുവിന്റെ ഭാവം നമ്മിലായി തീരുക എന്നുള്ളതാണ്. ചിലർ പറയും കൃപാവരങ്ങൾ മാത്രം മതി, ചിലർ പറയും ആത്മാവിന്റെ ഫലങ്ങൾ മാത്രം മതി. ഇത് രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തെ നമ്മൾ പ്രൂവ് ചെയ്യണം. ആ മിറക്കിൾസും സയൻസും വണ്ടേഴ്സും വഴി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃപാവരങ്ങൾ ആവശ്യമാണ്. എന്നാൽ യേശു നമ്മളെ അറിയുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. അതായത് യേശുവിന്റെ സ്വഭാവം നമ്മളിലായി തീർന്നില്ലെങ്കിൽ, യേശുവിന്റെ സ്വഭാവമായിട്ട് താതാത്മ്യപ്പെട്ട് നമ്മൾ പോകുന്നില്ലെങ്കിൽ യേശുവിനെ നമ്മളെ അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ 19-ാം അധ്യായത്തില് ജൂയിഷ് പ്രീസ്റ്റിന്റെ, സ്കേവ എന്ന് പറയുന്ന പ്രീസ്റ്റിന്റെ 7 മക്കള് ഒരു ദുരാത്മാവ് ബാധിച്ച വ്യക്തിയെ സൗഖ്യമാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ ദുരാത്മാവ് അവരോട് സംസാരിച്ചു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, നിങ്ങൾ ആരാ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തികളുടെ മേല് ഈ ദുരാത്മാവ് കയറി അറ്റാക്ക് ചെയ്യാനിടയായി തീർന്നു. അവര് മുറിവേറ്റവരും നഗ്നരുമായി ഓടിപ്പോവാനിടയായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ഉദ്ദേശിച്ചത് എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് കമ്മിറ്റഡ് ആയിരിക്കണം, ജെന്യുവൻ ആയിരിക്കണം എന്നാണ് യേശു ഉദ്ദേശിച്ചത്. അല്ലാതെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വേണ്ട എന്ന് അല്ല. കാരണം രാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്ര ആകുന്നുവെന്ന് പറഞ്ഞതും യേശു തന്നെയാണ്. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാരെ, ഇത്രയും അധികം അത്ഭുതങ്ങൾ ചെയ്ത ശിഷ്യന്മാരെ യേശു അറിയാതെ പോകുമോ? ഒരിക്കലുമില്ല. അവർ യേശുവിന് വേണ്ടി മരിച്ചവർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത്, യേശുവിന്റെ സ്വഭാവം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോള്, യേശുവെ നിന്റെ ഭാവം എന്നിലായി തീരണമേ എന്നുള്ളതായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൂടെ ആ ട്യൂണിങ് ശരിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുക, യേശുവിന്റെ കൂടെ നടക്കുക, അതിന് സാധ്യമാവുന്ന രീതിയിൽ നമ്മളുടെ സ്വഭാവത്തിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ യേശു നമ്മളെ അറിയുന്നവരാണ്, പരിശുദ്ധാത്മാവിൽ നമ്മളെ അറിയുന്നവരായി തീരുന്നതാണ്. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ബാലൻസ്ഡ് ആയിട്ട് പോവാതെ നിങ്ങൾ എനിക്കിത് മാത്രം മതി, എനിക്ക് കൃപാവരങ്ങൾ മാത്രം മതി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്.